കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധനയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവനാണ്. ഇന്ന് രാവിലെയും ദൈവസന്നിധി നമുക്കെല്ലാവർക്കും കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്നും ഓൺലൈൻ സർവീസ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഓൺലൈൻ സർവീസ് വഴി നിങ്ങളെല്ലാവരും കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചില പാട്ടുകൾ പാടി ഇന്ന് രാവിലെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ കൊടുത്ത നല്ല അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളിരിക്കുന്ന ഭവനങ്ങളിൽ അങ്ങേ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ചെയ്ത നന്മകൾ ഞങ്ങൾ ഓർത്ത് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ നമസ്കരിക്കുന്നു. അങ്ങക്ക് തക്ക മഹത്വം ഇന്ന് രാവിലെ കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാനുള്ള കൃപ തരണമേ, പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേ. വചനം ധ്യാനിക്കുമ്പോൾ കർത്താവെ പുതിയ വെളിപ്പാടുകൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യം ഇന്ന് രാവിലെ ഞങ്ങളുടെ ആരാധന നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു രൂപാന്തരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പുതിയൊരു സ്വഭാവം ഞങ്ങളിൽ സൃഷ്ടിക്കപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആരാധന അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാണുന്ന എല്ലാവരെയും, ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചില പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകളെല്ലാം ചേർന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആദ്യത്തെ പാട്ട് ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം എന്ന പഴയ പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മാനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മാനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കര കാണതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. കര കാണതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ,
തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്കു മുൻ ചൊന്നതം വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം. നമുക്കു മുൻ ചൊന്നതം വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ചോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീതവും അവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമെൻ ആത്മസഖിയും അവൻ തന്നെ. ഓ നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമെൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ള. ചേർന്ന് പാടാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാ
ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ചേർന്ന് പാടാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ. മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. യേശു നീ മാറാത്തവനാകുന്നു. ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെ. അവസാനമായി ചേർന്ന് പാടാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഓ ഹല്ലേലൂയ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ആമേൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. ഇന്നുമെന്നും കൂടെയുള്ള യേശു തന്റെ ദിവ്യ ശക്തിയാൽ ഞങ്ങളെ നിറച്ച്, നമ്മെ നിറച്ച്, ഹല്ലേലൂയ, ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം. ആ സ്നേഹത്തെ വർണ്ണിച്ചാണ് നമ്മൾ പാടുന്നത്. ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ദേവന്മാരിൽ വേറൊരു ദൈവം ഈ ദൈവത്തെ പോലെ ഇല്ല. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായാർ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായാർ എന്ന അടുത്ത പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഒരിക്കൽ കൂടെ. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ദൂതന്മാരിൻ ഭോജനത്താൽ നീ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരിൻ ഭോജനത്താൽ നീ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാൻ. ആമേൻ. അങ്ങേ പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. ആമേൻ. യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കരകൾ പോക്കാം പാവന രക്തം ചിന്തി
യാഗമായി തീർന്നവനെ. ഹല്ലേലൂയ. അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനെ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനെ. അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനെ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, ആരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഓ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. ചേർന്ന് പാടാം. യേശുവെ പോലാരുമില്ല, എൻ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഓ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും ദേവന്മാരിൽ നിനക്ക് തുല്യനായാർ. ഹല്ലേലൂയ. വാട്ട് സെറ്റ്സ് ഗോഡ് അപ്പാർട്ട്? എന്തുകൊണ്ട് നമ്മൾ പറയുന്നു യേശുവെ പോലെ വേറെ ആരുമില്ല എന്ന്? യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ സകല മനുഷ്യർക്കും രക്ഷ കൊണ്ടുവന്നു. ത്രൂ ദ വൺ സാക്രിഫൈസ് ഓഫ് ദിസ് മാൻ കോൾഡ് ജീസസ്, all of humanity received salvation. അതുകൊണ്ട് യേശുവെ പോലെ വേറെ ആരുമില്ല. മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു, പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു, മനുഷ്യരെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. അടുത്ത പാഠം നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്തിൻ്റെ ഒരു പാട്ടാണ്. നിങ്ങളിരിക്കുന്ന സാഹചര്യങ്ങൾ എനിക്കറിയത്തില്ല, എന്നാൽ ഇന്ന് രാവിലെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണി പോലെയുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ചെങ്കടൽ രണ്ടായി മാറും. ഈ പാട്ട് ഞങ്ങൾ പാടുമ്പോൾ ഞങ്ങളോട് കൂടി ചേർന്ന് പാടി ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ.
മതിലും ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആട്ടിടുമ്പോ, ഒന്നിച്ചു നാം ആട്ടിടുമ്പോ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ, വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന, അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും, സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ചേർന്ന് പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല
നിനവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എൻ്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ചേർന്ന് പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ചേർന്ന് പാടാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ചേർന്ന് പാടാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയ്ക്കും സ്തുതികൾക്കും മഹത്വത്തിനും യോഗ്യനായവനെ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേ പോലെ വേറെ ദൈവമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. സൃഷ്ടികളോട് കൂടെ ചേർന്ന് ഇന്ന് രാവിലെ സകല വിശുദ്ധന്മാരോട് കൂടെ ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. Praise you, Jesus. ആശ്വാസം നീയേ, ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. Hallelujah.
വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഉരമശന്തരേ, ഹല്ലേലൂയ, ഉരവിഖമരവരവശദര, ഹല്ലേലൂയ, ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ആമേൻ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. We come and see him on the day. Hallelujah. We worship you, Lord. Hallelujah. 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 Amen. Hallelujah. Amen. സൃഷ്ടികളിൻ പിതാവേ, സർവശക്തനെ, ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായ ആരുമില്ല. ആ ദൈവത്തെ ഞങ്ങൾ പാടി മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, നമസ്കരിക്കുന്നു. രാവിലെ അങ്ങേ പോലെ വേറെ ദൈവമില്ല. നീ ഞങ്ങൾക്ക് എല്ലാമായിരിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ വഴി, ഞങ്ങളുടെ ചിന്ത, അങ്ങയുടെ നാമം ഇണയില്ല നാമമാണ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. തുടർന്ന് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നു. വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കണമേ. പുതിയ വെളിപ്പാടുകൾ, പുതിയ ചിന്തകൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിന്നെയും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ഓൺലൈൻ സർവീസ് കാണുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ ആരാധന കാണുന്നവർക്ക് ഒരു പ്രത്യേക സ്വാഗതം ഞാൻ അറിയിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ആരാധനയുടെ ഭാഗമായിട്ട് സ്തോത്രാഴ്ചകൾ, ദശാംശങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന GPay നമ്പർ അല്ലെങ്കിൽ UPI ID-യിലോട്ട് നിങ്ങളുടെ സ്തോത്രാഴ്ചകൾ, ദശാംശങ്ങൾ നിങ്ങൾക്ക് അയക്കാനുള്ള ഒരു അവസരമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളെ ശ്രവിക്കുന്ന, ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സാമ്പത്തിക നന്മകളിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന കൊടുത്ത എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കൊടുത്ത സ്തോത്രാഴ്ചകൾ, ദശാംശങ്ങൾ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നീ അവർക്ക് നിറവേറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്ന അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരുടെയും കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ കർത്താവെ, ഞങ്ങൾ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുന്നു. വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള ഒരു സന്ദേശം ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവവചനത്തിൽ നിന്ന് കർത്താവെ പുതിയ പുതിയ മർമ്മങ്ങൾ, വെളിപ്പാടുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങനെ നാം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിന്നെയും ഓൺലൈൻ സർവീസ് മൂലമാകെ നിങ്ങളെല്ലാവരും കാണുന്നതിൽ ഞാൻ പിന്നെയും സന്തോഷിക്കുന്നു. നമ്മുടെ ആരാധനകൾ നമ്മുടെ ആലയത്തിൽ ഇതുവരെയും നമ്മൾ തുടങ്ങിയിട്ടില്ല. ദൈവഹിതമാണെങ്കിൽ അടുത്ത ആഴ്ച തുടങ്ങുവാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ദൈവഹിതമാണെങ്കിൽ അടുത്ത ആഴ്ച ആലയത്തിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വെച്ച് സീറ്റുകൾ അങ്ങനെ ക്രമീകരിക്കുന്നതായിരിക്കും. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ആരാധനയായിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത്. കമ്പൈൻഡ് സർവീസ് ആയിരിക്കും. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓൺലൈൻ വഴി കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചത്തെ സർവീസ് ഓൺലൈനിലും നിങ്ങൾ കാണുവാൻ സാധ്യമുണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് ആലയത്തിലോട്ട് മാറുന്നത് കൊണ്ട് ഓൺലൈൻ സർവീസ് കാണത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കില്ല. ഓൺലൈൻ സർവീസും കാണും, അതല്ലാതെ ആലയത്തിലുള്ള ആരാധനയും കാണുന്നതായിരിക്കും. ദൈവവചനത്തിലൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പല ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു പരമ്പരയാണ് പുതിയതൊന്ന് ദൈവം ചെയ്യുന്നു. അതിനാധാരമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യമാണ് ഞാൻ എടുത്ത് ഇത്രയും ആഴ്ചകൾ നമ്മൾ ചിന്തിച്ച് വരുന്ന കാര്യം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. See, I am about to do a new thing. ഈ ചിന്ത പല രീതിയിൽ ഞാൻ എടുത്ത് നിങ്ങളോട് പറഞ്ഞു. നമുക്ക് ഈ വാക്യം കേൾക്കുമ്പോൾ ഉടനെ പുതിയതൊന്ന് പറയുമ്പോൾ നമുക്ക് പുതിയൊരു അവസരം, പുതിയൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ പുതിയൊരു മിറക്കിൾ, ഒരു അത്ഭുതം, അല്ലെങ്കിൽ പുതിയൊരു അനുഗ്രഹം, അല്ലെങ്കിൽ പുതിയൊരു ബ്രേക്ക് ത്രൂ, ഒരു വഴിത്തിരിവ് ജീവിതത്തിൽ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇല്ലേ? ഉടനെ നമ്മുടെ ചിന്തയിൽ വരുന്നത് തന്നെയാണ്. ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പുതിയൊരു അനുഗ്രഹം വരുന്നു, പുതിയൊരു കാര്യം നടക്കാൻ പോകുന്നു എന്ന ചിന്തയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ആ ചിന്ത തെറ്റ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്, അത് നല്ല ചിന്തയാണ്. എന്നാൽ ആ ചിന്തയുടെ അടിസ്ഥാനം എവിടെയാണ്? വേർ ഇസ് ദ ബിഗിനിങ് ഓഫ് ദാറ്റ് തോട്ട്? ആ ചിന്തയുടെ അടിസ്ഥാനം, ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദാറ്റ് തോട്ട്, അത് കാൽവരി ക്രൂശിൽ തന്നെയാണ്. ഈ ഒരു പുതിയ കാര്യം, പുതിയ അനുഗ്രഹം, പുതിയ അത്ഭുതം, പുതിയ വഴിത്തിരിവ് എല്ലാം കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് യാഗമായി തീർന്നത് കൊണ്ട്, തൻ്റെ സ്വന്തം രക്തം വിലയായി കൊടുത്തത് കൊണ്ട് ഇന്ന് ദൈവ മക്കളായ നമ്മൾ, അല്ലെങ്കിൽ
യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന നമ്മൾക്ക് പുതിയതൊന്ന് നടക്കും. അത് നിശ്ചയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്ത കാൽവരി ക്രൂശിലോട്ട് ഞാൻ കൊണ്ടുപോകുന്നു. കാൽവരി ക്രൂശിലാണ് നമുക്ക് വേണ്ടി വഴി ഒരുക്കിയത് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ യാഗം, ബൈബിൾ പറയുന്നു, ഒരു യാഗത്താൽ, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ നമുക്ക് വഴിയൊരുക്കി ഈ അനുഗ്രഹത്തിൽ നടക്കുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പഴയ നിയമത്ത് പിതാവായ ദൈവം അല്ലെങ്കിൽ യഹോവയായ ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. There was a covenant. മോശയുടെ ഉടമ്പടി, അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി, 10 കൽപ്പനകൾ, തോറ എന്ന് യഹൂദന്മാർ പറയുന്ന നമ്മുടെ ബൈബിളിനകത്തിരിക്കുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഇതിലെല്ലാം നമ്മൾ ഉടമ്പടിയെക്കുറിച്ച് വായിക്കുന്നു. ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ഉടമ്പടി. There was a covenant. ആ ഉടമ്പടി കാരണം ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു, അവർ ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ഉടമ്പടിയായിരുന്നു. There was a covenant. പഴയൊരു കവനൻ്റ് ആയിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ അന്ന് ദൈവമക്കളോട് പറയുന്ന പ്രവചനമാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് ദൈവം പറയുന്നു, യഹോവയായ ദൈവം പറയുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ എവിടെ ഇരിക്കുന്നത്? അടിമത്തത്തിലിരിക്കുകയാണ്. ദേ ആർ ഇൻ സ്ലേവറി. അവർക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല ഇങ്ങനത്തെ ഒരു പുതിയ കാര്യം നടക്കുമെന്ന്. എന്നാൽ ഞാൻ പിന്നെയും ഇത് കാര്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾക്ക് പുതിയൊരു ദേശം അല്ലെങ്കിൽ അവരുടെ ദേശത്തിലോട്ട് മടക്കി കൊണ്ടുപോകുന്നത് മാത്രമല്ല അവിടെ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പുതിയതൊന്ന് നടക്കുവാൻ വേണ്ടി യഹോവയായ ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയക്കും. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ചില പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും എന്ന ഒരു പ്രവചനം, എന്ന ഒരു സന്ദേശം കൂടെയാണ് അത് എന്ന് നമ്മൾ മറന്നു പോകല്ലേ. നമ്മളെപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ പുതിയതൊന്ന് നടക്കുന്നു, അപ്പോൾ എൻ്റെ പുതിയൊരു വഴിതിരിവ്, എൻ്റെ പുതിയൊരു ബ്രേക്ക് ത്രൂ, ഒരു മിറക്കിൾ എനിക്ക് നടക്കാൻ പോകുന്നു മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിനെല്ലാം വഴിയൊരുക്കിയത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതോടെ യഹോവയായ ദൈവം സകല മനുഷ്യർക്ക് വഴിയൊരുക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ഗ്രഹത്തിന് വേണ്ടി മാത്രം, യഹൂദ ഗ്രഹത്തിന് വേണ്ടി മാത്രം, ഫോർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഫോർ ദ പീപ്പിൾ ഓഫ് ജൂഡ, അവരോടുകൂടെ ഉടമ്പടി. ആ പഴയ ഉടമ്പടി, ഇറ്റ് വാസ് എൻ ഓൾഡ് കവനൻറ്റ്, ഇൻഇഫക്റ്റീവ് എന്ന് പറയുന്നു. അതായത് ഫലപ്രദമല്ലാത്തൊരു ഉടമ്പടിയായിരുന്നത്, ഒരു ബാഹ്യമായ ഉടമ്പടിയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതോടെ യേശു ക്രിസ്തു പുതിയൊരു ഉടമ്പടി കൊണ്ടുവന്നു. ആ പുതിയ ഉടമ്പടി ബാഹ്യമായതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഉടമ്പടിയായിരുന്നു, സംതിങ് ഇൻറ്റേർണൽ. പഴയ ഉടമ്പടി ജഡത്തിലുള്ള ഉടമ്പടിയായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടി നമ്മുടെ ആത്മാവിൽ നടക്കുന്ന ഒരു ഉടമ്പടിയാണ്. സംതിങ് ദാറ്റ് ഹാപ്പനിങ് ഇൻ ദ സ്പിരിറ്റ്, ഇൻ മൈ സ്പിരിറ്റ്. ഇത് വളരെ ഇഫക്റ്റീവായ ഒരു കവനൻ്റായി യഹോവയായ ദൈവം തന്നെ യേശു ക്രിസ്തുവിൽ സ്ഥാപിച്ചതാണ് ഒരു പുതിയ ഉടമ്പടി. ഞാൻ ഇതെല്ലാം എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് പറഞ്ഞ് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യം, യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ, ത്രൂ ദാറ്റ് വൺ സാക്രിഫൈസ്, ത്രൂ ഹിസ് ബ്ലഡ്, അവൻ്റെ രക്തത്താൽ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ അനുഗ്രഹത്തിൽ നമ്മൾ ഓരോ ദിവസവും നടക്കണം. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഇൻഹെറിറ്റൻസ്, ഈ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ ചില ആഴ്ചകൾ മുമ്പ് പറഞ്ഞതാണ്. നമുക്ക് പാപമോചനമുണ്ടായി, നമുക്ക് രോഗസൗഖ്യം, നമ്മൾ നീതിമാന്മാരായി മാറി, നമുക്ക് നിത്യജീവൻ ലഭിച്ചു. അതുമാത്രമല്ല, നമ്മുടെ ശാപങ്ങൾ മാറ്റി നമുക്ക് അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ദൈവം നമ്മളെ സ്വീകരിച്ചു, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് തന്നു. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നമ്മളെ ചേർത്തു. ഇതെല്ലാം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതോടുകൂടെ നടക്കുന്ന പുതിയ കാര്യമാണ്.
എല്ലാവർക്കും, സകല മനുഷ്യർക്കും, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യർക്കും, ഫോർ ഓൾ ഓഫ് ഹ്യൂമാനിറ്റി ദൈവം പുതിയൊരു കാര്യം ചെയ്തു. ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തോ ആഗ്രഹം ഇന്ന് രാവിലെ? ഒരു രോഗസൗഖ്യമാണോ? യേശു ക്രിസ്തുവിൽ രോഗസൗഖ്യമുണ്ട്. അനുഗ്രഹമാണോ? യേശു ക്രിസ്തുവിൽ അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ ശാപങ്ങൾ ഏറ്റെടുത്ത് യേശു ക്രിസ്തു മരിച്ചത് തൻ്റെ അനുഗ്രഹം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരു കാലത്ത് പാപികളെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഒരു ചാൻസുമില്ല. യു ആർ നോട്ട് അക്സെപ്റ്റഡ് ബൈ ഗോഡ്. യേശു ക്രിസ്തു ഒരു വഴിയൊരുക്കി. ബൈ ഹിസ് വൺ സാക്രിഫൈസ്, അവൻ്റെ ഒരു യാഗത്താൽ, അവൻ്റെ മരണത്താൽ, അവൻ്റെ രക്തത്താൽ എനിക്ക് ദൈവമകനായി, മകളായി മാറുവാൻ ഉള്ള ഒരു അവസരം യേശു ക്രിസ്തു ഒരുക്കി. ആ അനുഗ്രഹത്തിലാണ് ഞാൻ ഓരോ ദിവസവും നടക്കേണ്ടത്. വാക്ക് ഇൻ ദാറ്റ് ഇൻഹെറിറ്റൻസ് എവറി ഡേ. ഓരോ ദിവസവും ഞാൻ നടക്കണം. ഈ പുതിയ ഉടമ്പടിയിൽ പുതിയൊരു സ്വഭാവമാണ് എനിക്ക് ദൈവം തരുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയ ഉടമ്പടി അല്ലെങ്കിൽ തോറ നമ്മൾ നോക്കുമ്പോൾ പല നിയമങ്ങളുണ്ടായിരുന്നു. ആരാധന നിയമങ്ങൾ, യാഗത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ, അതുമാത്രമല്ല ശൈലി വിശേഷണ ആചാരങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ വിവരിച്ച് പറഞ്ഞാൽ, അബ്രഹാമിനെ വിളിച്ച ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന് 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ആചാരം, എല്ലാ മനുഷ്യരും പരിച്ഛേദന, മനുഷ്യൻ ഞാൻ പറയുമ്പോൾ പുരുഷന്മാർ പരിച്ഛേദന, ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദെയർ ഐഡൻറ്റിറ്റി. സർക്കംസിഷൻ അതൊരു ഐഡൻറ്റിറ്റി റിച്വലായിരുന്നു, ശൈലി വിശേഷണ ആചാരമായിരുന്നു. അതുമാത്രമല്ല ഭക്ഷണത്തിൽ നിയമങ്ങൾ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് യഹോവ ദൈവം കൊടുത്തത്? ഈ ജനത്തെ അവർക്കൊരു ഐഡൻറ്റിറ്റി കൊടുക്കുവാൻ വേണ്ടി, ഒരു ശൈലി വിശേഷണം കൊടുക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത പല ആചാരങ്ങൾ, നിയമങ്ങളാണ്. അത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. 10 കൽപ്പനകൾ ദൈവം കൊടുക്കുന്നു. എന്തിനാണ് 10 കൽപ്പനകൾ കൊടുത്തത്? ധാർമ്മികമായ സദാചാര സ്വഭാവങ്ങൾ ഈ ജനത്തിന് കൊണ്ടുവരുവാൻ വേണ്ടി, ടു ബ്രിങ് സം മോറൽ ബിഹേവിയർ അവരിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ചില എത്തിക്കൽ ബിഹേവിയർ ഈ ജനത്തിന് കൊണ്ടുവരാൻ വേണ്ടി 10 കൽപ്പനകൾ, പല നിയമങ്ങൾ, ആരാധന നിയമങ്ങൾ, വസ്ത്ര നിയമങ്ങൾ, ഭക്ഷണ നിയമങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നു ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുവാൻ വേണ്ടി നമ്മളത് കാണുന്നു. പഴയ നിയമത്തിൽ അത് കാണുന്നു. എന്നാൽ മശിഹായായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതോടെ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഞാൻ എടുത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. മശിഹ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിപ്പാനാണ്, ടു ഫുൾഫിൽ ദ കവനന്റ്. അപ്പോൾ പഴയ നിയമത്തിലിരുന്ന നിയമങ്ങളെല്ലാം യേശു ക്രിസ്തുവിന് നിഴലായിരുന്നു. ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് വാട്ട് വാസ് ടു കം. യേശു ക്രിസ്തു വരുന്നു. യേശു ക്രിസ്തു വന്നതോടെ എല്ലാം നിവർത്തി. എവറിത്തിങ് വാസ് ഫുൾഫിൽഡ്. ഒരു യാഗം, അന്നത്തെ പഴയ നിയമത്തിൽ യാഗം കഴിക്കണമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഒരു യാഗത്താൽ മനുഷ്യന് ദൈവത്തിനോട് അടുത്തു വരാനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തു. പഴയ നിയമത്തിൽ നമ്മൾ ദേവാലയത്തിൽ പോകണം. ഇസ്രായേൽ മക്കൾ ദേവാലയത്തിൽ പോയി ആരാധിക്കണം. ഇന്നത്തെ കാലത്ത് ഈ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമുക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി നമുക്ക് വേണ്ടി തന്ന ഈ പുതിയ നിയമത്തിലോ നമുക്ക് എവിടെ വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കാം. ഭവനത്തിൽ ആരാധിക്കാം, വാഹനങ്ങളിൽ ദൈവത്തെ ആരാധിക്കാം, തനിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ഒരുമിച്ച് കൂടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ഫോക്കസ് എല്ലാം യേശു ക്രിസ്തുവിലായി. പഴയ നിയമത്തിൽ ഈ ആചാരങ്ങളായിരുന്നു ഫോക്കസ്. വർഷിപ്പ് ലോ, സാക്രിഫൈസ് ലോ,
ഐഡൻറ്റിറ്റി റിച്വൽ, ശൈലി വിശേഷണ ആചാരങ്ങൾ, വസ്ത്ര നിയമങ്ങൾ, ഭക്ഷണ നിയമങ്ങൾ, ഇങ്ങനെ ഓരോ ഇതാ ഐഡൻറ്റിറ്റി. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഓൾ ദ ഫോക്കസ് ആരുമേല? യേശു ക്രിസ്തുവിന്മേലാണ് വരുന്നത്. നമ്മുടെ ആരാധന യേശു ക്രിസ്തുവിനാണ്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എനിക്ക് ദാനമായി വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിൽ ആഘോഷങ്ങളുണ്ടായിരുന്നു. ഈ ആഴ്ച ഇങ്ങനെ ചെയ്യണം, ഈ മാസത്തിൽ ഇങ്ങനെ ചെയ്യും, ഈ വർഷത്തിൽ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഓരോ ആചാരങ്ങൾ. അതെല്ലാം ക്രിസ്തുവിൽ നിവർത്തിയായി. ക്രിസ്തു, വചനമായ ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ പാർക്കാൻ തുടങ്ങി. ഹി ടാബർനാക്കിൾഡ് വിത്ത് അസ്. ഇപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നു? പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയിലിരിക്കുന്നു. വി ഹാവ് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് പുതിയ നിയമം. അതുകൊണ്ടാണ് പുതിയ നിയമം വളരെ ഫലപ്രദമായ ഒരു ഉടമ്പടി നമ്മൾ പറയുന്നു. ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ദ ന്യൂ കവനൻറ്റ് ഇസ് സംതിങ് ന്യൂ. പുതിയതായിട്ട് യേശു ക്രിസ്തുവിൽ എനിക്ക് ലഭിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഇന്ന് രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിനെ ജനമായി നമ്മൾ മാറുമ്പോൾ നമുക്ക് പുതിയൊരു സ്വഭാവം ഉണ്ടാകണം. നിങ്ങൾക്ക് പുതിയൊരു സ്വഭാവമുണ്ടോ? ഡു യു ഹാവ് എ ന്യൂ നേച്ചർ? വിശ്വാസികളെ നമ്മൾ പക്വത പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മെച്യൂർ ആകുമ്പോൾ, പിതാവിൻ്റെ സ്വഭാവം എങ്ങനെ ഒരു പുത്രന് അല്ലെങ്കിൽ ഒരു പുത്രിക്ക് പിതാവിൻ്റെ അമ്മയുടെ സ്വഭാവം വരുമില്ലേ? അതുപോലെ ദൈവ മക്കളായ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ റിഫ്ലക്റ്റ് ആകണം. അങ്ങനത്തെ സ്വഭാവം നമ്മൾ വളർത്തണം. അങ്ങനത്തെ സ്വഭാവം നമ്മൾ പ്രതിപാദിക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവ മക്കളെന്ന് പറയാൻ നോക്കുന്നത്. അതാണ്, ദാറ്റ് ഈസ് വെൻ യു ആർ സ്പിരിച്വലി മെച്യൂർ, വെൻ യു ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യുവർ ഹെവൻലി ഫാദർ. അതുമാത്രമല്ല, ക്രിസ്തുവിനെ അനുകരിക്കണം നമ്മൾ. വി ഷുഡ് ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഹിസ് വേർഡ്. അത് തന്നെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു സ്വഭാവം വേണം. അതിനെക്കുറിച്ചാണ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വി നീഡ് എ ന്യൂ നേച്ചർ. We need to be new people, new man, new woman. ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ, കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു ചെയ്തു തീർത്ത ആ ഒരു യാഗത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്തുവാണ്? ഒരു ഡെപ്പോസിറ്റായിട്ട് ഹോളി സ്പിരിറ്റ് എൻ്റെ ഉള്ളിലുണ്ട്. ജീസസ് ഇൻ മീ, ഇൻ ദ പേഴ്സൺ കോൾഡ് ദ ഹോളി സ്പിരിറ്റ് എൻ്റെ ഉള്ളിലിരിക്കുന്നു. പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ എന്തുവാ? ആചാരങ്ങൾ, വസ്ത്രം ഇത്, കഴിക്കുന്നത് ഇത്, ഇങ്ങനെ ആരാധിക്കണം, ഇങ്ങനെ യാഗം കഴിക്കണം, ഇങ്ങനെ. ഇറ്റ് ഈസ് ഓൾ എ ഷാഡോ. ബൈബിളിനകത്ത് ഒരു വാക്യമുണ്ട്, ഇതെല്ലാം ഒരു ഷാഡോ ആണ്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം എടുത്ത് ഞാൻ വായിക്കുന്നു. കൊലോസ്യർ 2:17. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്ര. ഇറ്റ് ഈസ് എ ഷാഡോ ഓഫ് തിങ്സ് ടു കം. അപ്പോൾ ക്രിസ്തു വന്നതോടെ, ഈ പുതിയ ഉടമ്പടി ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചതോടെ, പഴയ ഉടമ്പടിയിരുന്ന എല്ലാ നിഴലും യാഥാർത്ഥ്യമായി മാറി. ഓൾ ദ ഷാഡോ ബിക്കേം എ റിയാലിറ്റി. യാഗങ്ങൾ, ജീസസ് ദ വൺ സാക്രിഫൈസ്. ഈ തുണിയിടണം, പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഇങ്ങനെ നടക്കണം, പരിശുദ്ധാത്മ നിങ്ങളോട് പറയും എങ്ങനെ നടക്കേണ്ടെന്ന്. ഇതെല്ലാം ഷാഡോ ആയിരുന്നത്. ഓരോ ആഘോഷങ്ങൾ, ഓരോ ആചാരങ്ങൾ, ഓരോ നിയമം, ഇതെല്ലാം ക്രിസ്തുവിൽ എനിക്ക് നിവർത്തിയായി മാറി. നിങ്ങൾ മറന്നു പോകില്ല. ക്രിസ്തുവാണ് ഏറ്റവും വലുത്. നോട്ട് ദ ലോ, നോട്ട് ദ റിച്വൽ. ആചാരങ്ങളല്ല വലുത്, ക്രിസ്തുവാണ് വലുത്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് വലുത്. ക്രിസ്തുവിൻ്റെ കൃപയാണ് നമുക്ക് വലുത്. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി വാങ്ങി തന്ന, അല്ലെങ്കിൽ വഴി ഒരുക്കിയ, നമുക്ക് വേണ്ടി തന്ന പാപമോചനം, നമുക്ക് വേണ്ടി തന്ന സൗഖ്യം, നമുക്ക് വേണ്ടി തന്ന അനുഗ്രഹങ്ങൾ. അബ്രഹാം നമുക്ക് എല്ലാം അനുഗ്രഹമായി തന്നിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി തന്ന ശാപങ്ങൾ മാറ്റി അനുഗ്രഹം.
ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് നൽകിയിരിക്കുന്നു. ഇതെല്ലാം ക്രിസ്തുവിൽ കൂടെയാണ്. അപ്പോൾ പുതിയ ഉടമ്പടിയിൽ ആരാ? നമ്മുടെ ഫോക്കസ് എപ്പോഴും ജീസസ് ക്രൈസ്റ്റ് മാത്രമായിരിക്കണം, ആചാരങ്ങളല്ല. എന്നാൽ നമ്മൾ കടന്നു വരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, അതിന് ചില നിയമങ്ങളുണ്ട്, യെസ്. എന്നാൽ നമ്മുടെ ഫോക്കസ് ഈ നിയമങ്ങളിൽ അല്ലെങ്കിൽ ഈ ആചാരങ്ങളല്ല, യേശു ക്രിസ്തു എന്ന വ്യക്തിയിലായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസികളെ, നമുക്ക് പുതിയൊരു സ്വഭാവം ഉണ്ടാകണം. കൊലോസ്യ ലേഖനം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം എടുത്ത് ഞാൻ വായിക്കുന്നു. പല പ്രാവശ്യം മുമ്പ് ഞാൻ വായിച്ചൊരു വാക്യമാണ്. കൊലോസ്യർ 3:9-10 ഞാൻ എടുത്ത് വായിക്കുന്നു. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞ് കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളഞ്ഞ് സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പുതിയ മനുഷ്യനെ ധരിക്കണം. പുട്ട് ഓഫ് ദി ഓൾഡ്, പുട്ട് ഓൺ ദ ന്യൂ. ഇത് എല്ലാവർക്കും വേണ്ടിയാണ്, എനിക്കും വേണ്ടിയുള്ളതാണ്. ഞാൻ ആരെയും ന്യായവിധിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ദിസ് ഈസ് നോട്ട് ടു കണ്ടെം എനി വൺ. മറിച്ച് യേശു ക്രിസ്തുവിനെ ആണെന്ന് ഞാൻ പറയുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ മാറ്റിയിട്ട് പുതിയ മനുഷ്യനെ മാറണം. പഴയ സ്വഭാവങ്ങൾ മാറ്റി പുതിയ സ്വഭാവങ്ങൾ എന്നിൽ വരണം. യേശു ക്രിസ്തു അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തർ പുതിയ സ്വഭാവമുള്ളവരെ മാറണം. സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവമായിരിക്കും നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. നമ്മുടെ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ നമ്മൾ മാറണം. പഴയ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ പാടില്ല. ഈ പഴയ സ്വഭാവം എന്ന് ഞാൻ പറയുന്നത് പാപത്തിൻ്റെ സ്വഭാവം, ജഡത്തിൻ്റെ പ്രവൃത്തി, വർക്ക് ഓഫ് ദ ഫ്ലഷ്, അത് നമ്മളിരിക്കാൻ പാടില്ല. അത് മാറ്റി നമ്മുടെ ഉള്ളിൽ പുതിയ സ്വഭാവം കൊണ്ടുവരണം. അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവവചനം, ക്രിസ്തുവിൻ്റെ മനസ്സ് എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ, ഇതാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് ഈ പുതിയ സ്വഭാവം നമ്മളിൽ ദൈവം തരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പുതിയ സ്വഭാവം, പുതിയ സൃഷ്ടികളാണ് നമ്മൾ. വി ആർ ന്യൂ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇതാ എല്ലാം പുതിയതായി മാറിയപ്പോൾ ഞാൻ പുതിയ മനുഷ്യനാണ്. ഈ പുതിയ മനുഷ്യനെ ഞാൻ ധരിക്കണം. ഈ പുതിയ മനുഷ്യനായി ഞാൻ ഓരോ ദിവസവും നടക്കണം. ഐ ഹാവ് ടു മെച്യൂർ ആസ് ദിസ് ന്യൂ മാൻ. സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. ഗലാത്യർ 5:25, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഗലാത്യ ലേഖനം നമുക്കറിയാം, 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം എന്തുവാ? ജഡത്തിൻ്റെ സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കണം. 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ 21-ാമത്തെ വാക്യം വരെ അദ്ദേഹം പറയുന്ന കാര്യം, ജഡീക സ്വഭാവത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക, നിഷേധിക്കുക. പകരം നിങ്ങൾ കൊണ്ടുവരേണ്ടത് ആത്മാവിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഈ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് ദൈവിക സ്വഭാവമാണ്, ദ ഡിവൈൻ നേച്ചർ ഓഫ് ഗോഡ്. എന്തുവാ? 22-23 വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് ദൈവിക സ്വഭാവമാണ്. ഈ ആത്മാവിൻ്റെ ഫലം പുതിയൊരു സ്വഭാവമായി എൻ്റെ ഉള്ളിൽ വന്നിരിക്കണം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയതെല്ലാം മാറി പുതിയത് വന്നിരിക്കുന്നു. യു ഹാവ് എ ന്യൂ നേച്ചർ. വാക്ക് ഇൻ ദാറ്റ് ന്യൂ നേച്ചർ. എന്തുവാ ആ സ്വഭാവം? എന്തുവാ? സ്നേഹത്തിൽ നടക്കണം, സന്തോഷമുള്ളവരായി നടക്കണം, സമാധാനത്തിൽ നടക്കണം, ദീർഘക്ഷമയിൽ നടക്കണം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ സ്വഭാവമായിരിക്കും നമ്മുടെ ഉള്ളിലിരിക്കേണ്ടത്.
എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ മനുഷ്യർക്ക് വേണ്ടി ഈ വഴി പുതിയ ഉടമ്പടിയിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ 10 കൽപ്പന കൊല ചെയ്യരുത്, മോഹിക്കരുത്, ദൗ ഷാൽ നോട്ട്. അതെല്ലാം നെഗറ്റീവാണ്, പാപ സ്വഭാവത്തെ കാണിക്കും. നീ പാപിയാണെന്ന് പറയുന്ന കൽപ്പനകൾ. എന്നാൽ ആത്മാവിൻ്റെ ഫലമോ ഇതാണ് ദിവ്യ സ്വഭാവം, ദ നേച്ചർ ഓഫ് ഗോഡ്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇന്ദ്രിയജയം, പരോപകാരം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദിവ്യ സ്വഭാവം കൊണ്ടുവരുന്ന ആത്മാവിൻ്റെ ഫലം നിങ്ങളിൽ ഉണ്ടാകണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ സ്ഥിതിമാറ്റം ചെയ്ത, അല്ലെങ്കിൽ ട്രാൻസിഷൻ കൊണ്ടുവന്ന മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് ജാതികൾക്ക് അപ്പോസ്തലനായിരുന്നു, യഹൂദന്മാർക്ക് അപ്പോസ്തലനല്ല, ജാതികൾക്ക് അപ്പോസ്തലനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ ചിലപ്പോൾ കൽപ്പനകൾ അല്ലെങ്കിൽ നിയമങ്ങൾ നമ്മൾ വായിക്കുന്നു. എന്തെന്നാൽ അദ്ദേഹം ഈ രണ്ട് തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ കൊണ്ടുവന്ന ഒരു അപ്പോസ്തലനായിരുന്നു. ഹി ബ്രോട്ട് എ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദി ഓൾഡ് ആൻഡ് ദി ന്യൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭകളിൽ യഹൂദന്മാരുണ്ടായിരുന്നു, ജാതികളുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ആ ട്രാൻസിഷൻ, അല്ലെങ്കിൽ അവർക്ക് ടു അഡ്രസ്, അത് അഭിസംബോധനം ചെയ്യുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നു. എന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞ കാര്യം യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ പഴയ മനുഷ്യനെ നമ്മൾ എടുക്കുക, പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുകൊള്ളുവീൻ എന്നാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വി ഹാവ് എ ന്യൂ, നമ്മുടെ ന്യൂ നേച്ചർ, നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ സ്വഭാവം ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കണം. വാക്ക് ഇൻ ദാറ്റ് ന്യൂ നേച്ചർ. ഓരോ ദിവസവും ഈ പുതിയ സ്വഭാവത്തിൽ ഞാൻ വളരണം. ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ മാറ്റണം. നമുക്ക് ഇതിനുള്ള ഉപായങ്ങൾ എന്തുവാ? വാട്ട് ഈസ് ദ റിസോഴ്സ് ഫോർ മീ ടു വാക്ക് ഇൻ ദിസ് ന്യൂ നേച്ചർ? ദ ഹോളി സ്പിരിറ്റ്. ത്രൂ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ഈ ദിവ്യ സ്വഭാവം എന്നിൽ വളരുവാൻ, അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമം ചെയ്യുവാൻ എനിക്ക് സാധ്യമാണ്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ 10 കൽപ്പനകൾ കൽപ്പനകളാണ്. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ നടക്കൽ, ഇങ്ങനെ കൽപ്പനയാണ്. പുതിയ ഉടമ്പടിയിൽ നമ്മൾ വരുമ്പോൾ എല്ലാം നിർദ്ദേശങ്ങളാണ്, ഇൻസ്ട്രക്ഷൻസ് ഇൻ ഹോളിനെസ്. കൽപ്പനകളല്ല, ഇറ്റ്സ് നോട്ട് കമാൻഡ്മെൻറ്റ്സ്, ഇൻസ്ട്രക്ഷൻ മെയ്ഡ് ഔട്ട് ഓഫ് ലവ്. സ്നേഹത്തിൽ കൂടെ പറയുന്ന ചില നിർദ്ദേശങ്ങളാണ്. ഇറ്റ്സ് ആൻ ഇൻസ്ട്രക്ഷൻ. പഴയ നിയമത്തിൽ നിങ്ങൾ വേണോ വേണ്ടായോ കൽപ്പനകൾ അനുസരിച്ചിരിക്കണം. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ അതൊരു കൃത്യം നിങ്ങൾ നിറവേറ്റണം. ഇറ്റ് ഈസ് എൻ ഓബ്ലിഗേഷൻ, ഡ്യൂട്ടിഫുൾ ഒബീഡിയൻസ്. പുതിയ ഉടമ്പടിയിൽ ഡ്യൂട്ടിഫുൾ ഒബീഡിയൻസ് അല്ല, അല്ലെങ്കിൽ ഒരു കർമ്മമല്ല, അല്ലെങ്കിൽ ഒരു ബാധ്യതയല്ല. സ്നേഹത്തിൽ ഞാൻ ചെയ്യുന്നു. എനിക്ക് വേണ്ടി ജീവനെ കൊടുത്ത ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ എൻ്റെ സ്നേഹം ഞാൻ തിരിച്ച് കാണിക്കുന്നത് എങ്ങനെയാണ്? ആ പഴയ സ്വഭാവം മാറ്റി പുതിയ സ്വഭാവത്തിൽ നടക്കുന്നതാണ്. അതുതന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് അസ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. ടു പുട്ട് ഓഫ് ദി ഓൾഡ് മാൻ, പുട്ട് ഇൻ ദ ന്യൂ. പഴയ മനുഷ്യനെ മാറ്റിവെച്ച്, ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ മാറ്റിവെച്ച് പുതിയ സ്വഭാവം എന്നിൽ കൊണ്ടുവന്ന ആ യേശു ക്രിസ്തുവിൻ്റെ യാഗം, അത് ഓർത്ത് ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഐ എം കമ്പൽഡ് ബൈ ക്രൈസ്റ്റ് ലവ് ടു വാക്ക് ഇൻ ദ ന്യൂ നേച്ചർ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ എടുത്ത് അതൊന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ച് എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല
തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പോൾ നമ്മളിനി ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അതാണ് ദർ ഇസ് എ ഡ്രമാറ്റിക് ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് ദ ന്യൂ മാൻ. പുതിയ സൃഷ്ടികളായി നമ്മൾ മാറുമ്പോൾ ഇനി നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കല്ലേ. നമ്മൾ സ്വാർത്ഥതയുള്ളവരെ നമ്മൾ കാണാൻ പാടില്ല. വി കനോട്ട് ബി സെൽഫിഷ് എനിമോ. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞു, ഉടമ്പടി, പുതിയ ഉടമ്പടിയിൽ നിന്നും എപ്പോഴും ഫോക്കസ് ഓൺ ജീസസ്. ക്രൈസ്റ്റ് ലവ് കമ്പൽസ് മീ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി. ആ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പഴയ സ്വഭാവത്തെ നിങ്ങൾ മാറ്റിവെച്ച് ഈ പുതിയ സ്വഭാവത്തിൽ നിങ്ങൾ നടക്കണമെന്ന് അദ്ദേഹം അവിടെ പറയുന്നത്. ഈ കാര്യം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കാണുന്ന ഒത്തിരി ലേഖകൻ്റെ എഴുത്തുകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഈ പുതിയ ഉടമ്പടിയിലുള്ള പുതിയ ഭാവം, പുതിയ ഭാഷ, പുതിയ പ്രതീക്ഷകൾ. ദാറ്റ് ഈസ് ന്യൂ ടോൺ, ന്യൂ ലാംഗ്വേജ്, ന്യൂ എക്സ്പെക്റ്റേഷൻസ് ഇൻ ദ ന്യൂ കവനന്റ്. യേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ പുതിയതൊന്നും നടക്കുന്നു. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുതെന്ന് പറയുമ്പോൾ പുതിയ ഉടമ്പടിയിൽ ക്രിസ്തു ചെയ്തു കഴിഞ്ഞു. അവൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലിരിക്കുന്നു. ഈ ആത്മാവ് നമ്മളെ ഓരോ ദിവസവും പഴയത് മാറ്റി പുതിയ നടക്കുവാൻ നമ്മളെ സഹായിക്കും. അതിൽ അങ്ങനെ തന്നെ നമ്മൾ നടക്കണം ഓരോ ദിവസം. ഞാൻ ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ പറയുന്നു. നമുക്ക് അറിയാം, നല്ല ശമര്യക്കാരൻ്റെ കഥ യേശു ക്രിസ്തു പറഞ്ഞു. ദ പാരബിൾ ഓഫ് ദ ഗുഡ് സമാരിറ്റൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 37 വരെ വാക്യങ്ങൾ നല്ല ശമര്യക്കാരൻ്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലോട്ട് പോകുന്നു. കള്ളന്മാരാൽ പിടിക്കപ്പെടുന്നു. അവൻ്റെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി അവനെ വിട്ടു. റോഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആദ്യം ഒരു മനുഷ്യൻ വന്നു. എന്തുവാ? പുരോഹിതൻ. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആരാ? നിയമങ്ങൾ, ആചാരങ്ങൾ ക്രമമായി ചെയ്യുന്ന മനുഷ്യൻ ആണോ ഇല്ലയോ? അതെ. അദ്ദേഹം വന്ന് നോക്കിയിട്ട് എന്തുവാ? വഴി തിരിഞ്ഞു പോയി. അടുത്ത ആരാ വരുന്നത്? ലേവ്യൻ. ലേവ്യനും ആരാ? നിയമങ്ങൾ, ആചാരങ്ങൾ എല്ലാം പ്രമാണിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം വന്ന് ഈ മനുഷ്യനെ കണ്ടിട്ട് എന്തോ അങ്ങനെ തിരിഞ്ഞു പോയി. മൂന്നാമത് വരുന്നത് ഒരു ശമര്യക്കാരൻ. ആചാരങ്ങളില്ല, പ്രമാണങ്ങളില്ല, യഹൂദനല്ല. എന്നാൽ ഈ മനുഷ്യനാണ്, ഈ ശമര്യക്കാരനാണ് കിടക്കുന്ന അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനോട് സ്നേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കരുണ കാണിക്കുന്നത്. അവിടെ എന്തോ യേശു ക്രിസ്തു പറയുന്നത്? നമ്മൾ ആ കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പാരബിൾ നമ്മൾ വായിക്കുമ്പോൾ, ഹൂ ഈസ് യുവർ നെയ്ബർ എന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. എന്നാൽ അവിടെ യേശു ക്രിസ്തു പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള കോൺട്രാസ്റ്റാണ് കാണിക്കുന്നത്, വ്യത്യാസമാണ് കാണിക്കുന്നത്. പഴയ ഉടമ്പടിയിൽ ആചാരങ്ങൾ എല്ലാം വെക്കുന്ന മനുഷ്യൻ, എന്നാൽ അദ്ദേഹത്തിന് കരുണ തോന്നാൻ പോലും അവിടെ മനസ്സില്ല. ഈ മനുഷ്യനോ എന്തുവാ? കരുണ കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് ഈ സ്വഭാവമായിരിക്കണം എന്നാണ് കർത്താവ് യേശു ക്രിസ്തുവോട് പറയുന്നത്. ഈ സ്വഭാവം മനുഷ്യർക്കൊരാവശ്യമുണ്ടെങ്കിൽ നമുക്ക് കരുണ തോന്നണം. അവർ സഭയിൽ വരുന്നതോ നിയമങ്ങൾ പ്രമാണിക്കുന്നവരാണോ, ആചാരങ്ങൾ ഉള്ളവരാണോ, അതെല്ലാം നമ്മൾ നോക്കാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളിലുണ്ടോ? ആത്മാവിൻ്റെ ഫലം നിങ്ങളിലുണ്ടോ? ആ മനുഷ്യനോട് നിങ്ങൾ കരുണ കാണിക്കണം. ദാറ്റ് ഈസ് ദ ന്യൂ നേച്ചർ. അതാണ് പുതിയ സ്വഭാവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. ഇതാണ് ആത്മീയമായ പക്വത, സ്പിരിച്വൽ മെച്യൂരിറ്റി ഓഫ് എ ബിലീവർ ഞാൻ പറയുന്നത്. കാരണം തീർച്ചയായിട്ടും നമ്മളുണ്ടാകണം. രണ്ടാമത്തെ ഒരു കഥ ഞാൻ പറയാം. മുടിയനായ പുത്രൻ്റെ കഥ, ദ പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 11 മുതൽ 32 വാക്യങ്ങൾ. ഇളയ മകൻ
അപ്പൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സ്വത്തെല്ലാം വാങ്ങിച്ച് പോകുന്നു, അതെല്ലാം ചെലവഴിക്കുന്നു, പാപത്തിൻ്റെ വഴികൾ നടക്കുന്നു. നമുക്ക് ആ കഥ അറിയാം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹൃദയത്തിൽ തോന്നുന്നു ഞാൻ തിരിച്ച് അപ്പൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൻ അവിടെ എങ്ങനെ നിൽക്കുന്നത്? അപ്പൻ ഈ മകനെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. അവർ തമ്മിലൊരു കൂട്ടിക്കാഴ്ച നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, അവിടെ വലിയൊരു ആഘോഷം. അപ്പൻ്റെ സ്നേഹം അവിടെ എങ്ങനെ പ്രകടിപ്പിക്കുന്നത്? ഇളയ മകന് വേണ്ടി ഒരു വലിയൊരു ആഘോഷം, ഒരു സെലിബ്രേഷൻ ഉണ്ടാകുന്നു, പുതിയ വസ്ത്രമിടുന്നു, പുതിയ ചെരുപ്പിടുന്നു, ഇതെല്ലാം നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ മൂത്ത സഹോദരൻ അവിടെ വരുന്നു. മൂത്ത സഹോദരൻ വന്നിട്ട് എനിക്കുള്ളതെല്ലാം എന്തിയേ, എനിക്ക് അർഹതയുള്ളതല്ല എന്തിയേ? ഇവിടെയും യേശുക്രിസ്തു പഴയ നിയമത്തിലുള്ള മനുഷ്യനും അല്ലെങ്കിൽ പഴയ ഉടമ്പടിയിലിരിക്കുന്ന മനുഷ്യനും പുതിയ ഉടമ്പടിയിലിരിക്കുന്ന മനുഷ്യനും നമ്മളൊരു വ്യത്യാസം കാണിക്കുന്നത് എന്തുവാ? ഈ മൂത്ത സഹോദരൻ പഴയ ഉടമ്പടിയിലിരിക്കുന്ന മനുഷ്യരെയാണ് കാണിക്കുന്നത്. എനിക്കറിയാം, ഞാൻ നല്ലവൻ, ഞാൻ ഇത്രയും നാളെ എങ്ങും പോയില്ലല്ലോ, ഞാൻ പാപത്തിൻ്റെ വഴിയിൽ ഞാൻ നടന്നില്ലല്ലോ, ഞാൻ നല്ലവനാണ് എന്ന് പറയുന്നവർ. മറിച്ച് അവിടെ ഇളയ സഹോദരൻ ഇവിടെ എന്തുവാ? പിതാവേ, ഒരു വേലക്കാരനായിട്ട് പോലും എനിക്ക് നിൽക്കുവാൻ അർഹതയില്ല, എന്നാൽ എന്നെ സ്വീകരിക്കുമെന്ന് പറയുന്ന ദാറ്റ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഓൾഡ് കവനന്റ് ആൻഡ് ദ ന്യൂ കവനന്റ്. അത് ഞാൻ പറയുന്നത്, ഈ പുതിയ സ്വഭാവം ഉള്ളവരാണ് നമ്മൾ. ആ മൂത്ത സഹോദരനെ പോലെ നമ്മൾ ഇരിക്കാൻ പാടില്ല. പുതിയ സ്വഭാവമുള്ളവരെങ്ങനെയായിരിക്കണം? പിതാവിനെ പോലെ ആയിരിക്കണം. മുടിയനായ പുത്രൻ്റെ പിതാവിനെ പോലെ ആയിരിക്കണം. ഹല്ലേലൂയ. അത് ദിവ്യ സ്വഭാവമാണ്. നല്ല ശമര്യക്കാരനെ പോലെ നമ്മളാകണം. അത് ദിവ്യ സ്വഭാവമാണ്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യം നമ്മൾ വായിക്കുന്നത്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിനെ അടുക്കൽ കൊണ്ടുവരുന്നു. ആരാ കൊണ്ടുവരുന്നത്? പരീശന്മാരും പ്രമാണങ്ങളെ അഴിച്ച് അല്ലെങ്കിൽ നല്ലപോലെ അറിയാവുന്ന അങ്ങനെ ഒരു കൂട്ടം ജനം യേശുവിന് മുമ്പിൽ ഈ സ്ത്രീയെ കൊണ്ടുവരുന്നു. വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയാണ്. മോശയുടെ നിയമം പറയുന്നത് എന്തുവാ? ഈ സ്ത്രീയെ കല്ലെറിയണമെന്ന്. യേശു ക്രിസ്തു എന്തുവാണ് അവിടെ പറഞ്ഞത്? 7-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ലെറ്റ് ഹിം ഹൂ ഈസ് വിത്തൗട്ട് സിൻ ബി ദ ഫസ്റ്റ് ടു ത്രോ ദ സ്റ്റോൺ. പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അവിടെയും നമ്മൾ ഈ കോൺട്രാസ്റ്റാണ് യേശു ക്രിസ്തു അവിടെ കാണിക്കുന്നത്. പഴയ നിയമത്തിൽ ഇങ്ങനെ നിയമങ്ങൾ വെച്ചതുകൊണ്ട് എനിക്ക് നല്ല സ്വഭാവം അല്ല. നമ്മുടെ ഉള്ളിലാണ് യേശു ക്രിസ്തു നോക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്വഭാവം അത് മാറണം. ആ ജഡിക സ്വഭാവം മാറണം. പുട്ട് ഓഫ് ദി ഓൾഡ്, പുട്ട് ഇൻ ദി ന്യൂ. പുതിയ സ്വഭാവമുള്ളവരായി നമ്മൾ മാറണം. സ്വഭാവം എന്ന് ഞാൻ പറയുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 ഇരിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. അത് ദിവ്യ സ്വഭാവമാണ്. ആ നല്ല ശമര്യക്കാരനെ പോലെ നമ്മൾ മാറണം. മുടിയനായ പുത്രൻ്റെ അപ്പനെ പോലെ നമ്മൾ മാറണം. യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി നമ്മൾ മാറണം. വി ഹാവ് ടു ഇമിറ്റേറ്റ് ജീസസ് ഇൻ അവർ ലൈഫ്. അത് ഈ പുതിയ സ്വഭാവത്തിൽ നമുക്ക് സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഓരോ ദിവസം പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഫെലോഷിപ്പിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. സന്തോഷത്തിൻ്റെ ആത്മാവാണ്, പിരിവിൻ്റെ ആത്മാവല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും രണ്ടുപേർ തമ്മിലുള്ള ഈ സെപ്പറേഷൻ കൊണ്ടുവരത്തില്ല. നമ്മളെ ഐക്യപ്പെടുത്തുന്ന ആത്മാവാണ്. നമ്മളെ ഐക്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ദിവ്യ സ്വഭാവമാണ്. പിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തോ സ്വഭാവമാണ്? ജഡത്തിൻ്റെ സ്വഭാവമാണ്. അത് എടുത്ത് കളഞ്ഞിട്ട് ഈ പുതിയ സ്വഭാവത്തിലാണ് നമ്മൾ നടക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ യേശു ക്രിസ്തു നമ്മളെ വിശുദ്ധ ജനമായി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ വിശുദ്ധ ജനമാണ്. വിശുദ്ധ ജനത്തിന് വിശുദ്ധ സ്വഭാവമായിരിക്കണം, ദിവ്യ സ്വഭാവമായിരിക്കണം. അതെങ്ങനെയാണ് നമുക്ക്
ഒക്കുന്നത് പരിശുദ്ധാത്മാവ്. ഈ പുതിയ നേച്ചറിന് ജീവൻ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദ ഹോളി സ്പിരിറ്റ് ഗിവ്സ് ലൈഫ് ടു ദിസ് ന്യൂ നേച്ചർ. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചത്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. വി വാക്ക് ഫുൾഫില്ലിങ് വാട്ട് ദ സ്പിരിറ്റ് ടെൽസ് അസ്. ആ ആത്മാവ് പറയുന്നത് മാത്രം നമ്മൾ വിശ്വസിച്ച്, നമ്മുടെ ഉള്ളിൽ ജീവൻ തരുന്ന ഈ ആത്മാവ്, ആ ആത്മാവ് പറയുന്നത് മാത്രമാണ് നമ്മൾ കേൾക്കേണ്ടത്. പഴയ സ്വഭാവത്തെ മാറ്റിവെച്ച് ഈ പുതിയ സ്വഭാവത്തിൽ നടക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ സ്വഭാവം പഴയ സ്വഭാവമല്ല, പുതിയ സ്വഭാവമാണ്. യേശു ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി തന്ന ഒരു കാര്യമാണ് പുതിയ സ്വഭാവം. ഈ പുതിയ സ്വഭാവത്തിൽ നിങ്ങളെല്ലാവരും നടക്കണം. ഈ പുതിയ സ്വഭാവം നിങ്ങളിൽ ഉണ്ടോ എന്ന് ഞാൻ പിന്നെയും ചോദിക്കുന്നു. ലെറ്റ് us ബി പീപ്പിൾ വിത്ത് ദ ഡിവൈൻ നേച്ചർ. ദിവ്യ സ്വഭാവമുള്ളവരായി നാം കാണപ്പെടട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കൊടുത്ത നല്ല ചിന്തകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. വളരെ ആഴമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. പുതിയ ഉടമ്പടിയിൽ കർത്താവേ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ഫോക്കസ് എപ്പോഴും. ആ സ്പോട്ട്ലൈറ്റ് എപ്പോഴും യേശു ക്രിസ്തുവിലാണ്. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, യേശു ക്രിസ്തു ചെയ്ത് തീർത്ത പ്രവൃത്തിയിലാണ് ഫോക്കസ് എപ്പോഴും പുതിയ ഉടമ്പടിയിൽ കർത്താവേ. അങ്ങനെയാണ് എനിക്ക് വിശുദ്ധനായി നടക്കാൻ ഒക്കുന്നത്. എൻ്റെ സ്വന്തം പ്രവൃത്തിയാൽ കഴിയത്തില്ല കർത്താവേ. പഴയ നിയമത്തിൽ ഓരോ ആചാരങ്ങൾ, ഓരോ ക്രമങ്ങൾ, ഓരോ നിയമങ്ങളുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിൽ യേശു ക്രിസ്തു ചെയ്ത് തീർത്ത ആ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. ആ ദിവ്യ സ്വഭാവം എന്നിൽ ഉണ്ടാകട്ടെ, എന്നെ കേൾക്കുന്നവരിൽ ഉണ്ടാകട്ടെ. സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത കർത്താവ്, ഈ സ്വഭാവം, ഈ ദിവ്യ സ്വഭാവം ഞങ്ങളുണ്ടാകട്ടെ. നല്ല ശമര്യക്കാരനെ പോലെ, മുടിനായ പുത്രൻ്റെ അപ്പനെ പോലെ കർത്താവ് ഞങ്ങളെ മാറ്റണമേ. യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ ഞങ്ങളെ മാറ്റണമേ. ക്രിസ്തുവിന് മനസ്സുള്ളവരെ ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നവരെ ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ദിവസം കർത്താവെ പ്രവർത്തി ചെയ്ത കർത്താവെ ഞങ്ങളെ പക്വതയുള്ള വിശ്വാസികളെ ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചേഞ്ചസ് ഇൻ ടു മെച്യൂർ ബിലീവേഴ്സ് ഐ പ്രേ ഇൻ ജീസസ് പ്രഷ്യസ് നെയിം. ഈ പുതിയ കാര്യം ഞങ്ങളിൽ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. വി താങ്ക് യു, വി താങ്ക് യു, വി താങ്ക് യു. അങ്ങേക്ക് മാത്രം എല്ലാ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നല്ലൊരു വചനം ഇന്ന് രാവിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പിന്നെയും ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. ആഴമായി ചിന്തിക്കേണ്ട ഒരു സന്ദേശമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് എഴുതി ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ പറയണമെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിങ്ങൾ പോയി ഫേസ്ബുക്ക് പേജിൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളോട് എഴുതി നിങ്ങൾക്ക് അറിയിക്കാനുള്ള അവസരമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ സ്ക്രീനിൽ വരുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹത്തിൻ്റെ ഒരാഴ്ച ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച നിങ്ങളെ കാണുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.